എല്ലാവരും പറയുന്നുണ്ട് 70s മമ്മൂട്ടി ഈസ് എ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെ, അതായത് വയസ്സ് കൂടുന്തോറും അല്ല പുള്ളിയുടെ അഭിനയത്തെ പറ്റിയൊക്കെ പറയുന്നതാണ് സത്യത്തിൽ പുള്ളിയെ പറ്റി നമ്മൾ പുള്ളിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കാരണം ബെസ്റ്റ് എവർ ഇൻ ദ വേൾഡ്. താങ്ക് യു. ഇഷ്ടപ്പെട്ട് മമ്മൂട്ടിയുടെ അഭിനയം എല്ലാവരും കൊള്ളാം, അടിപൊളിയായിരുന്നു. നന്നായിരുന്നു, സൂപ്പറായിരുന്നു. ഇല്ല, അത് തീം ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നല്ല സിനിമയായിരുന്നു. കൊള്ളായിരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാം ഇഷ്ടപ്പെട്ട്. നല്ലായിരുന്നു. ഇല്ല, ഇല്ല, ചെറുതായിട്ട് മമ്മൂട്ടി കൊള്ളാം. അത് കാണാൻ വേണ്ടിയാണ് വന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊള്ളാം. ഇല്ല, കൊള്ളാം. ഓൾറെഡി എല്ലാം കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. അതെ, അല്ലെങ്കിൽ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. എന്തായാലും ഇഷ്ടപ്പെടാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി തന്നെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. ഇല്ല, സിനിമ അത് ഭയങ്കരമായിട്ട് ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം സിനിമയുടെ ടോണായാലും ഹൊറർ മൂഡാണ്. ആ ഹൊറർ മൂഡിൽ അതായത് അതിൽ കയറുമ്പോൾ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. കളർഫുള്ള് എല്ലാം പോയിട്ട് നമുക്കൊരു പ്രതീക്ഷയും മുമ്പോട്ട് വരാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു അരോചകമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ത്രൂ ഔട്ട് സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയായിരുന്നു. ടെക്നിക്കൽ സൈഡ് ഗംഭീര ക്യാമറ. കാരണം നമ്മളിപ്പോൾ ഈ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമ അതെ നമുക്ക് അതിൽ എന്തെങ്കിലും വണ്ടർഫുള്ളായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ഇരിക്കാൻ, കാരണം നമുക്ക് പരിചയമുള്ള സാധനമല്ലല്ലോ. അപ്പോൾ സിനിമോട്ടോഗ്രാഫി ഭയങ്കര മികച്ചായിരുന്നു. എഡിറ്റിംഗ് അതുപോലെ സൗണ്ട് ഡിസൈൻ. അതെ, സൗണ്ട് ഡിസൈൻ എല്ലാം ആപ്റ്റായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് സോങ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന സോങ്സ് ആയിരുന്നു. സിനിമ മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ ആക്ടേഴ്സ് അടിപൊളിയായിരുന്നു. സിദ്ധാർത്ഥ് ഭരതനാണ്. കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അഭിനയമായിരുന്നു. അർജുന അശോകൻ എക്സ്റ്റാബ്ലിഷ്ഡ് ആക്ടർ ആണല്ലോ, പക്ഷെ സിദ്ധാർത്ഥ് ഭരതനായിരുന്നു. ആസിഫ് അലി എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടർ ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു. അതെ, അതായത് നമുക്ക് വേറൊരാളെ ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ആൾക്കാരെല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്, പെട്ട അവസ്ഥയാണ്. അങ്ങനെ അവിടെ തന്നെ സ്റ്റക്കായ അവസ്ഥയാണ്. സിനിമ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാവരിലേക്കും സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതെ, അതായത് എല്ലാവരും പറയുന്നുണ്ട് 70s മമ്മൂട്ടി ഈസ് എ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെ, അതായത് വയസ്സ് കൂടുന്തോറും അല്ല പുള്ളിയുടെ അഭിനയത്തെ പറ്റിയൊക്കെ പറയുന്നതാണ് സത്യത്തിൽ പുള്ളിയെ പറ്റി നമ്മൾ പുള്ളിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കാരണം ബെസ്റ്റ് എവർ ഇൻ ദ വേൾഡ്. താങ്ക് യു. അങ്ങനെ ചോദിച്ചാൽ അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. തിയേറ്ററിറ്റിക്കൽ ഇല്ല. ഇപ്പം നമുക്ക് നമ്മുടെ മോളിവുഡ് മൂവി എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. ചിലപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ട് വേറെ ഒരു ഇൻ്റർനാഷണൽ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഇതുവരെ നമ്മൾ കാണാത്ത ടൈപ്പ് മൂവിയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഒരു മടുപ്പോ അങ്ങനെയൊന്നുമില്ല. മേക്കിംഗ് ആയാലും എല്ലാം ചിന്തിക്കത്തില്ല. ആ ഒരു മേക്കിംഗ്, ആ ഒരു എഫക്ട്സും കാരണം നമ്മളത് തന്നെ അങ്ങ് മറക്കും. ഒരു മുഷിപ്പില്ല. അതാണ് ഫിലിം. സൗണ്ട് ഡിസൈനിൻ്റെയും ആ ഒരു ക്യാമറ വർക്ക് തന്നെയാണ് ആ ഫിലിം വരുന്നത്. നമ്മളെ ഇരുത്തുന്ന ആ സൗണ്ട് ഡിസൈനിലാണ്. ആ ഒരു ഹൊറർ എലമെൻ്റ് ആയാലും നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഹൊറർ എലമെൻറ്റ്സ് അല്ല, ഒരു മുഷിപ്പിക്കാത്ത ടൈപ്പ്. സിദ്ധാർത്ഥ് ഭരതൻ ഒരു രക്ഷയില്ല, എഫേർട്ട്ലെസ് ആയിട്ട് ആക്ട്. അർജുന മോശമൊന്നുമല്ല, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ എന്നാ പിന്നെ തീർച്ചയായിട്ടും. അല്ല, എനിക്ക് ഇതേപോലെ നല്ല അടിപൊളി ഒരു ഹൊറർ ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു രക്ഷയില്ല. സൗണ്ട് ഡിസൈനൊക്കെ വേറെ ലെവൽ.